ഇന്ന് എനിക്ക് നൽകിയ വിഷയങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് ജീവൻ, ജീവന്റെ ഉൽപ്പത്തി, കോശങ്ങൾ, അവയുടെ ഉൽപ്പത്തിയും പരിണാമവും, ജന്തുകോശങ്ങളും സസ്യകോശങ്ങളും, ക്രോമസോം, DNA, RNA, മൈറ്റോകോൺട്രിയ, ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, വർഗീകരണം, പരിണാമശാസ്ത്രം, അതിന്റെ തെളിവുകൾ, ഇത്രയുമാണ് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ ആദ്യമായിട്ട് ജീവനെ പറ്റി, ജീവന്റെ പരിണാമം പറയുന്നതിന് മുമ്പ് എന്താണ് ജീവൻ എന്നുള്ള ഒരു നിർവചനം ആവശ്യമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നിർവചനമാണ് എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ. കാരണം പല തരത്തിലുള്ള നിർവചനങ്ങളുണ്ട്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നിർവചനം ഞാൻ പല റിസർച്ച് പേപ്പറുകളിലും കണ്ട ഒരു നിർവചനമാണ്. അതാണ് നമ്മുടെ പരിണാമശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഏറ്റവും ഉചിതമായ ഒരു നിർവചനം ഇതായിരിക്കാം എന്നാണ് പല ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നുണ്ട്. അവരുടെ അഭിപ്രായം മാനിച്ചാണ് ഞാൻ ഈ ഒരു നിർവചനം ഇവിടെ കൊടുത്തത്. ആദ്യം ഞാൻ അതിന് ഇംഗ്ലീഷ് പറയാൻ ശേഷം മലയാളം പറയാം. കാരണം മലയാളം ഇംഗ്ലീഷിന്റെ അത്ര കൃത്യമായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ജെറാൾഡ് ജോയ്സ് എന്ന് പറയുന്ന പ്രശസ്തനായ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആണ് അദ്ദേഹം. പരിണാമശാസ്ത്രജ്ഞനാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് ഒറിജിൻ ഓഫ് ലൈഫ്, ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതാണ്: എ സെൽഫ് സസ്റ്റെയിനിങ് കെമിക്കൽ സിസ്റ്റം. ശ്രദ്ധിക്കുക, കെമിക്കൽ സിസ്റ്റമാണ്, കേപ്പബിൾ ഓഫ് ഡാർവീനിയൻ എവല്യൂഷൻ. ഇതൊരു കെമിക്കൽ സിസ്റ്റമാണ്, അതിന് എവല്യൂഷൻ, പരിണാമം സാധ്യമാണ് താൻ. അപ്പം അത് മലയാളത്തിൽ ഏകദേശം ഞാൻ ഇങ്ങനെയാണ് വിവർത്തനം ചെയ്തത്: സ്വയം നിലനിൽക്കാൻ കഴിയുന്നതും ഡാർവീനിയൻ പരിണാമം. പരിണാമം പലതരത്തിലുണ്ടല്ലോ. നമ്മൾ സാധാരണ പരിണാമം എന്ന് പറയുന്നത് ഡാർവീനിയൻ പരിണാമം തന്നെയാണ്. ഡാർവീനിയൻ പരിണാമം സാധ്യവുമായ ഒരു രാസവ്യവസ്ഥയാണ്, കെമിക്കൽ സിസ്റ്റമാണ് ജീവൻ എന്നാണ് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ നിർവചനം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, അതൊരു കെമിക്കൽ സിസ്റ്റമാണ്, രാസപദാർത്ഥങ്ങളാണ്. പക്ഷെ അതിന് സ്വയം തന്നെ സെൽഫ് റെപ്ലിക്കേഷനുള്ള കഴിവുണ്ട്, എന്ന് പറഞ്ഞാൽ പുനരുൽപാദനം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല, അത് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും. ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അരിസ്റ്റോട്ടലിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ജീവി എന്ന് പറഞ്ഞാൽ അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം അത് സൃഷ്ടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏത് വിധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല, എപ്പോഴും അത് തന്നെയായിരിക്കും. ടിപ്പോളജിക്കൽ എന്നാ പറയാ അതിന്. അപ്പൊ അങ്ങനെയല്ല, സ്പീഷീസ് എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ജീവന്റെ മറ്റു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ, ഒന്ന് കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ നമുക്കറിയുന്ന എല്ലാ ജീവനും ഒന്നുകിൽ ഒരു കോശം അല്ലെങ്കിൽ ഒന്നിലധികം കോശങ്ങളാൽ നിർമ്മിതമാണ്. അതിന്റെ ജനിതക വസ്തു എന്ന് പറയുന്നത് DNA ആണ്. അത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരേ രീതിയിലാണ്. RNA വഴിയാണ് അത് പ്രോട്ടീൻ ഉൽപാദനം നടത്തുന്നത്. അതിലുള്ള ഊർജ തന്മാത്ര എന്ന് പറയുന്നത്, അതിന് ഊർജം കൊടുക്കുന്ന ഒരു തന്മാത്ര എന്ന് പറയുന്നത് ATP എന്ന് പറയുന്ന തന്മാത്രയാണ്. എല്ലാത്തിലും ഏകദേശം ഒരുപോലെയുള്ള രാസപ്രവർത്തനങ്ങളാണ് നടക്കുക. അതുപോലെ കാർബണെ ബേസ് ചെയ്തിട്ടുള്ളത്, കാർബണെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ജീവൻ. അതേപോലെ ജലത്തിലാണ്, ജലമില്ലെങ്കിൽ ജീവനില്ല. ഇത്രയുമാണ് ഒരു ജീവനെ പറ്റി പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ നിർവചനവും അതിന്റെ വിശദീകരണവും എന്ന് പറയാം. ജലം വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിക്ക് പുറത്ത് മറ്റുള്ള ഗ്രഹങ്ങളിലും ഒക്കെ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പലപ്പോഴും വെള്ളമുണ്ടോ എന്നാണ്, ജലമുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ ജലമുണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കാർബൺ പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ജലമുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം, നമുക്കത് അവിടെ ജീവൻ ഉണ്ടാകാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ജലം അതിന്റെ ദ്രാവക രൂപത്തിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, ഒറിജിൻ ഓഫ് ലൈഫാണ് പ്രശ്നം, ജീവന്റെ ഉൽപ്പത്തി. കൃത്യമായിട്ട് നമുക്ക് ഒരു ഉത്തരം ഇല്ല എന്ന് പറയാം. അതൊരു ഇപ്പോഴും ഒരു പ്രഹേളികയായിട്ട് തുടരുകയാണ്. പ്രശസ്തനായ പരിണാമശാസ്ത്രജ്ഞൻ മില്ലർ, ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, മില്ലറുടെ പരീക്ഷണം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണാം.
അപ്പൊ അദ്ദേഹവും മറ്റൊരു എവല്യൂഷനിസ്റ്റായ അല്ലെങ്കിൽ പരിണാമശാസ്ത്രജ്ഞനുമായ ഓർഗൻ, ഇവര് രണ്ടും 1974 ജീവന്റെ ഉൽപ്പത്തിയെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ ഞാനത് മലയാളത്തിലേക്ക് ഞാൻ വിവർത്തനം ചെയ്തിട്ടില്ല, ഞാനത് പറയാം. ഇറ്റ് മസ്റ്റ് ബി അഡ്മിറ്റഡ് ഫ്രം ദ ബിഗിനിങ്, ഒരു പുസ്തകത്തിന്റെ ഒരു ആമുഖമാണിത്. ഇറ്റ് മസ്റ്റ് ബി അഡ്മിറ്റഡ് ഫ്രം ദ ബിഗിനിങ് ദാറ്റ് വി ഡു നോട്ട് നോ ഹൗ ലൈഫ് ബിഗാൻ. എങ്ങനെയാണ് ജീവൻ ഉണ്ടായതെന്ന് നമുക്കറിയില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഇറ്റ്സ് ജനറലി ബിലീവ് ദാറ്റ് എ വെറൈറ്റി ഓഫ് പ്രോസസ്സസ് led to the formation of simple organic compounds on the primitive earth. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്, അന്നത്തെ ആ ഒരു ഭൂമി ഉണ്ടായ കാലത്തുണ്ടായിരുന്ന അന്നത്തെ ആ ഒരു അവസ്ഥയിൽ ചില രാസപദാർത്ഥങ്ങൾ തമ്മിൽ പ്രവർത്തിച്ച് ഓർഗാനിക് മോളിക്യൂൾ, ബയോമോളിക്യൂൾ, ജൈവ തന്മാത്രകൾ ഉണ്ടായതാവാം എന്നാണ് ഇപ്പോഴും നമ്മൾ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള, അതിന് നമുക്ക് സംശയമില്ല, യാതൊരു സംശയമില്ല. ഓക്കെ, കാരണം മറ്റൊരു തരത്തിലുള്ള കോൺസെപ്റ്റും അതിനെ ഉപോത്ഭകമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രാഥമികമായ ചുറ്റുപാടുള്ള ആദ്യത്തെ ആ ഒരു ഭൂമിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിൽ അന്നത്തെ ആ രാസപദാർത്ഥങ്ങളും അന്നത്തെ അന്തരീക്ഷവും ആ ഒരു ചുറ്റുപാടിലാണ് ചില അന്നത്തെ അജൈവ പദാർത്ഥങ്ങൾ തമ്മിൽ റിയാക്ട് ചെയ്യുകയും അതിൽ നിന്നും ചില ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ ജൈവ തന്മാത്രകൾ ഉണ്ടായതുമായിരിക്കും. അത് പതുക്കെ പരിണാമത്തിലൂടെ ആയിരിക്കും മറ്റുള്ള ജീവികൾ ഉണ്ടായത് എന്ന് തന്നെയാണ് 1974 ആ ഒരു സങ്കല്പനം തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത്. പക്ഷെ അതിനെ നമുക്ക് പൂർണ്ണമായും തെളിവില്ല. കാരണം ഇതുവരെ ഒരു ലബോറട്ടറിയിലും ഒരു പരീക്ഷണശാലയിലും അജൈവ വസ്തുക്കളിൽ നിന്നും പുതുതായി ഒരു ജീവൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ജീവിയെ മാറ്റാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്, മാറ്റിമറിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്, പുതിയ ബാക്ടീരിയ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അജൈവ വസ്തുവിൽ നിന്ന് ഇതുവരെ ഒരു ജീവൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കരുതി നമ്മൾ നമ്മുടെ ആ ഒരു പരിശ്രമങ്ങൾ നിർത്തിയിട്ടില്ല. അതാണ് ശാസ്ത്രം. നമ്മൾ ഒരു നാൾ എത്തും എന്ന് തന്നെയാണ് എൻ്റെ ശുഭപ്രതീക്ഷ. എൻ്റെ മാത്രമല്ല എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും ശുഭപ്രതീക്ഷ അത് തന്നെയാണ്. ഇനിയും ഒരുപാട് കാലം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഇവിടെ ഈ ഒരു പദ്യം ഇവിടെ കൊടുക്കാൻ കാരണം എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണിത്. അതും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവി എഴുതിയ കവിതയാണ്. നിങ്ങൾ എല്ലാവരും കേട്ട ഒരു കവിതയാണ്. ഈ കവിതയുടെ അവസാന ഭാഗമാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. എല്ലാ പാട്ടൊന്നും ഞാനിപ്പോ പാടാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് സമയമില്ല. സമയം ഉണ്ടെങ്കിൽ ഞാൻ പാടുമായിരുന്നു, എനിക്ക് പാടാനൊക്കെ ഇഷ്ടമാണ്. ഇതിൽ അവസാനം മകളുടെ ശരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മ പറയുകയാണ്. എന്താണ് പറയുന്നത്? നാമിങ്ങറിയുവ തൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. കുട്ടിയുടെ ജിജ്ഞാസ മുളയിലെ നുള്ളിക്കളയുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ അമ്മമാർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പോഴും നമ്മൾ പണ്ടത്തെ ആ പ്രാകൃതമായ ലോകത്ത് തന്നെയായിരിക്കും. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയല്ല, ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആ ഒരു ശ്രമം ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒറിജിൻ ഓഫ് ലൈഫിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ശരി. ഇപ്പോൾ ജീവൻ ഉണ്ടായത് ഏകദേശം നിലവിലുള്ള നമ്മുടെ തെളിവുകൾ പ്രകാരം 350 ഇതിൽ ബില്യൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. പെട്ടെന്ന് നമുക്ക് മില്യൺ എന്നുള്ള വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾക്ക് നമുക്ക് അത്ര പരിചയമില്ലാത്ത വാക്കുകളാണ്. നമ്മൾ കോടി, ലക്ഷം എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞാൻ പെട്ടെന്ന് അത് ബില്യൺ എന്നുള്ള പെട്ടെന്ന് ചിലപ്പോൾ എന്നോട് മറന്നു എത്രയാണ് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് ചെറിയൊരു ടെക്നിക്ക് ഉണ്ട് എനിക്ക് അത് ഓർമ്മിക്കാൻ. എത്ര കോടിയാണ് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഓർമ്മിക്കുക ഇന്ത്യയിലെ പോപ്പുലേഷനാണ്, ജനസംഖ്യ 1.3, ഇപ്പൊ 1.4 അടുത്ത് എത്തിയെന്നുകൊണ്ട് 1.4 ബില്യണാണ്. 130 മുതൽ 140 വരെ കോടി. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു ചെറിയൊരു തന്ത്രമാണ്. ഓക്കെ, ഇപ്പൊ 350 കോടി വർഷങ്ങൾക്കും 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇടക്കായിരിക്കാം
എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അറിവ്. അത് മാറ്റമുണ്ടാകാം. ഇപ്പൊ തന്നെ 1980-ലാണ് സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്ന് പറയുന്ന ഫോസിലുകൾ കണ്ടെത്തിയത്. അപ്പൊ അന്ന് കരുതിയത് അതാണ് ഏറ്റവും പഴയ ഫോസിൽ എന്നായിരുന്നു അന്ന് വിചാരിച്ചത്. അതുകൊണ്ട് എങ്ങനെയായാലും ഒരു 350 കോടി വർഷം മുമ്പെങ്കിലും ജീവൻ ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇതൊരു തരം ബാക്ടീരിയ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഈ സ്ട്രൊമാറ്റോലൈറ്റ് എന്ന് പറയുന്നത്. പാറ പോലെ ഉണ്ടാകും. ഇത് ചെറിയ സൈനോ ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകൾ പശ പോലെയുള്ള ഒരു സാധനം ഉണ്ടാക്കും. ഈ പശയിൽ ചുറ്റുപാടുമുള്ള മണലും പാറക്കഷ്ണങ്ങളൊക്കെ വന്ന് കൂടി അതൊരു പാറ പോലെയായിട്ട് മാറും. അതിനെയാണ് നമ്മൾ സ്ട്രൊമാറ്റോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെത്തിയ സ്ട്രൊമാറ്റോലൈറ്റ് ആണിത്. അപ്പൊ അതിന്റെ ഡേറ്റിംഗ് നടത്തിയപ്പോൾ, അതിന്റെ കാലഗണന നടത്തിയപ്പോൾ ഏതാണ്ട് 350 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ അന്നെങ്കിലും ജീവൻ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിന് മുമ്പും ഉണ്ടെന്നാണ് 2017 കണ്ടുപിടിച്ച മറ്റൊരു ഫോസിൽ പോലെയുള്ള, അതും ഫോസിൽ തന്നെ പറയാം. ഈ ഫോസിലിനെ ഹെമറ്റൈറ്റ് ട്യൂബ്സ് എന്നാ പറയാം. ഇത് ഇരുമ്പയിരുമായിട്ട് ബന്ധപ്പെട്ട ഇരുമ്പയിരിലാണ് ഇത് ട്യൂബ് പോലെയുള്ള കുഴല് പോലെയുള്ള ചില വസ്തുക്കൾ കണ്ടെത്തിയത്. അപ്പൊ ഇതും ബാക്ടീരിയകൾ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. ട്യൂബ് ലൈക്ക് മൈക്രോസ്കോപ്പിക് ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹിമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുമ്പയിലാണ്, അയൺ ഓക്സൈഡ് ആണ്. അപ്പൊ അതിന് ഇതിലും പഴക്കമുണ്ട്, സ്ട്രൊമാറ്റോലൈറ്റിനും പഴക്കമുണ്ട്. അതായത് 380 മുതൽ 420 കോടി വർഷം മുമ്പുള്ളതാണ്. അപ്പൊ പിന്നെയും കുറച്ചുകൂടി പിന്നോട്ട് പോയിരിക്കുകയാണ് ജീവന്റെ ചരിത്രം. അപ്പൊ ഇനിയും മാറ്റം ഉണ്ടാകും. അങ്ങനെ പല റിസർച്ച് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഭൂമിയുടെയും ഇതിന്റെയൊക്കെ ഉൽപ്പത്തിയുടെ വർഷങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞു കാണും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാണും. പ്രപഞ്ചത്തിന്റെ എപ്പോഴും ഉണ്ടായി എന്നൊക്കെ ഉള്ളത് ഇതൊരു പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലുള്ള വിവരങ്ങളാണിത്. അത് പൂർണ്ണമായും ഇത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഓരോ പുസ്തകത്തിൽ ഓരോ തരത്തിലായിരിക്കും. ഓക്കെ. അപ്പൊ ഇതിൽ ആദ്യ ജീവൻ 380 കോടിയാണ് ഇവർ പറയുന്നത്. ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികൾ 2 തരത്തിലുണ്ട്. ഒന്ന് ന്യൂക്ലിയസ് ഉള്ളതുണ്ട്, ന്യൂക്ലിയസ് ഇല്ലാത്തത്. ന്യൂക്ലിയസ് ഇല്ലാത്തത് ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. കോശം ഉള്ളത് 150 കോടി വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഓരോ പുസ്തകത്തിലും ഓരോ തരം പുതിയ കണ്ടുപിടുത്തം നടക്കുമ്പോൾ ഇതൊക്കെ മാറ്റം വരുന്നുണ്ട്. ഏകദേശം എസ്റ്റിമേറ്റ് ആയതൊക്കെ ബഹുകോശ ജീവികൾ 100 കോടി വർഷങ്ങൾക്ക് മുമ്പ്, മനുഷ്യൻ 2.5-3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതും മനുഷ്യന്റെ ഉൽപ്പത്തി പോലും അതിന്റെ സമയമൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഉൽപ്പത്തി സിദ്ധാന്തം, നമുക്ക് പല സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാസപരിണാമ സിദ്ധാന്തമാണ്. രാസവസ്തുക്കളിൽ നിന്നാണ്. അതിനു മുമ്പ് നമുക്ക് പല സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. അരിസ്റ്റോട്ടിൽ സിദ്ധാന്തം ഉണ്ടായിരുന്നു. അതിന് നൈസർഗിക ജനന സിദ്ധാന്തം, സ്പോണ്ടൈനിയസ് ജനറേഷൻ പറയും, പെട്ടെന്ന് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അരിസ്റ്റോട്ടിൽ അത് ദൈവം സൃഷ്ടിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല അക്കാലത്ത് പോലും, എന്നാലോചിക്കണം. ഓക്കെ. അദ്ദേഹം പറഞ്ഞത് ചില പ്രത്യേക കണ്ടീഷൻസ്, ഭൂമിയിലുള്ള ചില ചെളിയിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് ചില ജീവികൾ ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അജൈവ സാധനങ്ങളിൽ നിന്ന് തന്നെയാണ് ജീവൻ ഉണ്ടാകുക എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നത്. അല്ലാതെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതൊക്കെയാണ് പിന്നീട് മതങ്ങളുടെയൊക്കെ വരവോടുകൂടി അതൊക്കെ ചുട്ടുകരിച്ച് തുടങ്ങിയത്. പിന്നെ മറ്റൊരു സിദ്ധാന്തം പാൻസ്പേർമിയ എന്ന, ഭൂമിക്ക് പുറത്തു നിന്ന് ഉൽക്ക വഴിയായിരിക്കാം ജീവൻ വന്നത്. ഇത് പൂർണ്ണമായി ഇപ്പോഴും നിരാകരിച്ചിട്ടില്ല. അപ്പോൾ നമുക്കറിയില്ല ഭൂമിയിലാണോ ആദ്യം ജീവൻ ഉണ്ടായത് അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്താണോ ഉണ്ടായെന്നുള്ളത്. ഇപ്പോഴും ആ ഒരു സിദ്ധാന്തം അവിടെ നിൽക്കുന്നുണ്ട്. കാര്യമായ തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും. മൂന്നാമത് ഇപ്പോൾ നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ആ ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രിമിറ്റീവായിട്ടുള്ള ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ആ ഒരു പരിതസ്ഥിതിയിൽ അജൈവമായ തന്മാത്രകൾ പരസ്പരം റിയാക്ട് ചെയ്ത് രാസപ്രവർത്തനം വഴി ബയോമോളിക്യൂൾ, ജൈവ തന്മാത്രകൾ ഉണ്ടായി എന്നുള്ള അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വാലിഡ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതിന് ഒരുപാട് ഈ ഒരു സിദ്ധാന്തത്തെ എന്താ പറയുക, സാധൂകരിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. 1, 2, 3, 4 പരീക്ഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. 2 പ്രശസ്ത ശാസ്ത്രജ്ഞരാണ്, അലക്സാണ്ടർ ഒപ്പാരനും JPS ഹാൾഡെയിനും. ഇവരാണ് ആ ഒരു രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ പ്രശസ്തമായ ഒരു
പരീക്ഷണമാണ് ഞാൻ നേരത്തെ പറയുന്നത്. ഞാനൊരു മില്ലറുടെ കാര്യം പറഞ്ഞു, സ്റ്റാൻലി മില്ലർ. അപ്പോൾ സ്റ്റാൻലി മില്ലറും ഹാരോൾഡ് യുറേ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗൈഡാണ്. സ്റ്റാൻലി മില്ലർ സ്റ്റുഡന്റും ഹരോൾഡ് യുറേ അദ്ദേഹത്തിന്റെ PhD ഗൈഡുമാണ്. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ 2 പ്രശസ്ത ശാസ്ത്രജ്ഞരാണ്. അപ്പൊ അവര് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ അന്ന് നിലവിലുള്ള അന്തരീക്ഷത്തിൽ നിന്നായിരിക്കാം ഈ ഒരു രാസപ്രവർത്തനങ്ങൾ നടന്നത് എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. ഇപ്പൊ അതൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്തത്, അന്ന് ഭൂമിയിൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു അന്തരീക്ഷം അത് ഒന്ന് പുനരുൽപാദനം ചെയ്തു, ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ അതിനുവേണ്ടി ഒരു ഫ്ലാസ്ക് എടുത്തു. ആ ഫ്ലാസ്കിൽ 4 തരത്തിലുള്ള വാതകങ്ങൾ നിറച്ചു. അത് എന്തൊക്കെയാണ്? മീഥൈൻ, അമോണിയ, ജലം, ഹൈഡ്രജൻ. ജലം പിന്നെ ജലമായിട്ടല്ല, അത് നീരാവിയായിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വെള്ളം തിളപ്പിക്കുന്നത് കാണാം. അപ്പൊ അത് ഇങ്ങനെ ഇതിലേക്ക് വരും. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് അതിനെ ഒരു ഊർജം കൊടുക്കാൻ വേണ്ടി ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ചെയ്തു, കറണ്ട് പ്രവഹിപ്പിച്ചു. ഇത് എന്തിന്റെ പകരമാണ്? അക്കാലത്ത് അവര് വിചാരിച്ചിരുന്നത് മിന്നൽ അത് ഇലക്ട്രിസിറ്റി ആണല്ലോ. ആ മിന്നൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രാസപ്രവർത്തനം നടന്ന് എന്നുള്ളതായിരുന്നു വിശ്വാസമല്ല, ഒരു കോൺസെപ്റ്റ് അതായിരുന്നു. അപ്പൊ അത് പിന്നെ അതിന് പകരം, മിന്നലിന് പകരം അവര് ഒരു സ്പാർക്ക് കൊടുത്തു, ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്തതില്. അപ്പോൾ പരീക്ഷണം കഴിഞ്ഞപ്പോൾ അവർക്ക് 5 അമിനോ ആസിഡുകൾ, അമിനോ അമ്ലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്, പ്രോട്ടീനിന്റെ ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. 20 അമിനോ ആസിഡുകൾ ഉണ്ട്. ആ പലതരത്തിലും ക്രമീകരിച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. 5 അമിനോ ആസിഡുകൾ, അതൊരു ബയോമോളിക്യൂളാണ്, അതൊരു ജൈവ തന്മാത്രയാണ്. അതേപോലെ മറ്റ് പല ജൈവ തന്മാത്രകളും ഉണ്ടായി. ഓക്കെ, അപ്പോ അജൈവമായ വസ്തുക്കളിൽ നിന്ന്, അജൈവമായ അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള രാസപദാർത്ഥങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ ഉണ്ടാകാം എന്നുള്ള ആ ഒരു തിയറിയുടെ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിന്റെ ആ ഒരു വലിയൊരു തെളിവായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഏറ്റവും വലിയ ആ ഒരു കെമിക്കൽ, ഒരു രാസ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇതാണ് നമ്മൾ ഇപ്പോഴും എടുത്തു കാണിക്കുന്നത്. അതിലെ അവര് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിലെ 100% പെർഫെക്റ്റ് ഒന്നായിരുന്നില്ല ആ ഒരു എക്സ്പെരിമെന്റ്. അത് പിൽക്കാലത്ത് പലരും വീണ്ടും പല രീതിയിലും അത് ചെയ്തിട്ടുണ്ട്. 5-5ലധികം എത്രയോ അമിനോ ആസിഡുകളും RNA ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും നമുക്ക് പോകുന്നില്ല. ഇതാണ് മില്ലർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 1953 എക്സ്പെരിമെന്റ് ഉണ്ട്. അതിന് ശേഷം അദ്ദേഹം നടത്തുന്ന പരീക്ഷണമാണ്. അതേ പരീക്ഷണം തന്നെ അദ്ദേഹം പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം 1900, അതേ വർഷം തന്നെ 1953 സ്റ്റാൻലി മില്ലറും ഹരോൾഡ് യുറേയും ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. സാന്ദർഭികമായി ഒരാഴ്ച കഴിയുമ്പോൾ 8-9 ദിവസത്തിന് ശേഷമാണ് ഈ DNA ഘടന വാട്സണും ക്രിക്കും കണ്ടുപിടിക്കുന്നത്. അത് ഒരു എന്താ പറയുക, എവല്യൂഷനെ സഹായിക്കുന്ന, പരിണാമ സിദ്ധാന്തം സഹായിക്കുന്ന വലിയൊരു ഒരു കണ്ടുപിടുത്തമായിരുന്നു. അതേപ്പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പം സമീപകാലത്തായിട്ട് ഈ ഒറിജിൻ ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, കൃത്രിമമായിട്ടുള്ള സാഹചര്യത്തിൽ സിന്തറ്റിക് എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എവല്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഈ അടുത്ത കാലത്ത് നടന്ന ചില കണ്ടുപിടുത്തങ്ങളാണത്. ഒന്ന് 2008 കൃത്രിമ ജീനോം, പൂർണ്ണമായിട്ടും സിന്തറ്റിക് ആയിട്ടുള്ള ജീനോം എന്ന് പറയുന്നത് ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു കോശത്തിനുള്ളിലുള്ള മുഴുവൻ ജനിതക വസ്തുക്കളെയാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ജീനുകളുണ്ട് നമ്മുടെ ഒരു കോശത്തിൽ, അതാണ് ഒരു ജീനോം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൃത്രിമമായിട്ടുള്ള ജീനോം 2008 ഉണ്ടാക്കിയിട്ടുണ്ട്. മൈക്രോപ്ലാസ്മ ജെനിറ്റാലിയത്തിന്റെ ജീനോമാണ് അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ 2009 RNA തന്മാത്രകൾ ഉണ്ടായിട്ടുണ്ട്. സ്വയം തന്നെ പ്രത്യുത്പാദനം നടത്താൻ കഴിവുള്ള RNA, അതായിരിക്കും ആദ്യം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു ജൈവ തന്മാത്ര എന്ന് പറയുന്നത് മിക്കവാറും RNA ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മിക്ക ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അതുപോലെ 2011
ഈ ഒരു 2000 കണ്ടുപിടിച്ച ജീനോം ക്രമീകരിക്കാൻ നമ്മുടെ കൂട്ടിച്ചേർക്കാൻ കഴിവുള്ള എൻസൈം കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതോടെ നമുക്ക് ഒരു വലിയ സമസ്യ അവസാനിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അടുത്തത് ഞാനത് കോശങ്ങളിലേക്ക് പോകാം. വളരെ കുറച്ച് മാത്രം കോശങ്ങളെ പറ്റി പറയാം. കോശത്തിന്റെ ഉൽപ്പത്തിയും ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കോശങ്ങൾ ജീവൻ ഉണ്ടായാലേ കോശങ്ങൾ ഉണ്ടാകും. ഓക്കെ, കാരണം അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു കോശം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കോശം ഉണ്ടായതെന്ന് നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ഒരു കോശജീവി എന്ന് പറയുന്നത് ലൂക്ക എന്ന് പറയുന്ന ഒരു ജീവിയായിരിക്കാം, ഒരു ഏകകോശ ജീവിയായിരിക്കാം എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. ലൂക്ക എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളുടെയും അവസാനത്തെ പൊതുപൂർവികനാണ്. ആ പൊതുപൂർവികൻ പരിണാമം ചെയ്താണ് ഇപ്പോഴുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീൻ DNA-യും RNA ഒക്കെ അനലൈസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള അനലൈസ് ചെയ്തിട്ടുള്ള ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന വളരെ ശക്തമായ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. ഏത് കാലത്താണ് ഇതിന്റെ ആദ്യത്തെ പൂർവികൻ ഏത് കാലത്ത് ജീവിച്ചിരുന്നത് നമുക്ക് ഇപ്പൊ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പൊ ഈ ഒരു ലൂക്ക എന്ന് പറയുന്നതായിരിക്കാം ആദ്യത്തെ കോശമുള്ള ജീവി എന്ന് പറയുന്നത്. ചിലർ പറയുന്നത് ഒരു ജീവിയായിരുന്നില്ല, ഒന്നിലധികം ജീവികളായിരുന്നു എന്നൊക്കെ പറയുന്നവരുമുണ്ട്. ഓക്കെ, അപ്പൊ പൊതുവായിട്ട് അങ്ങനെയാണ് അധികം ആളുകളും ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ഇത് ഏകദേശം 300 നേരത്തെ ജീവന എത്ര കാലം മുമ്പാണ് ഉണ്ടായതെന്ന് പറഞ്ഞ പോലെ തന്നെ ഏകദേശം അക്കാലത്ത് തന്നെയാണ്. 300 കോടിക്കും 400 കോടിക്കും ഇടയ്ക്കാണ്. പക്ഷെ ജീവൻ ആദ്യം ഉണ്ടായിട്ടുണ്ടാകും. ആദ്യത്തെ ജീവൻ ഉണ്ടായതിനു ശേഷം മാത്രമേ ലൂക്ക ഉണ്ടായിട്ടുള്ളൂ. കാരണം ആദ്യത്തെ ജീവിക്ക് ഇന്ന് നമ്മൾ പറയുന്ന ഒരു കോശം, ആ രീതിയിലുള്ള കോശം ഉണ്ടായിട്ടുണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരു മോളിക്യൂൾ ആയിരിക്കും, RNA ആയിരിക്കാം. RNA ആയിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ RNA-യുടെ ചുറ്റും ചിലപ്പോൾ ഒരു കൊഴുപ്പിന്റെ ഒരു പാളി ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും ആദ്യത്തെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വീണ്ടും പരിണമിച്ച് എത്ര വർഷങ്ങൾ കൊണ്ടാണ് അത് നടന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണ് ഈ ഒരു ഏകകോശ ജീവി ഉണ്ടായത്. ഓക്കെ, അപ്പൊ അതിന്റെ ചില ആളുകൾ പറയുന്നത് അതിന്റെ RNA ആണ് അതിന്റെ ജനിതക വസ്തു എന്ന് പറയുന്നവരുണ്ട്, അല്ല DNA ആണെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ DNA ആണെന്ന് പറയുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസാനം അടുത്ത കാലത്തൊക്കെയുള്ള റിസർച്ച് പേപ്പറിലൊക്കെ കാണുന്നത് DNA ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ബാക്ടീരിയ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് യൂബാക്ടീരിയ എന്ന് പറയാൻ ശരിയായ ബാക്ടീരിയ, പിന്നെ ആർക്കിയ എന്ന ബാക്ടീരിയ പോലെയുള്ള മറ്റൊരു ജീവികളുണ്ട്. ഈ ആർക്കിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയ്ക്ക് കഠിനമായ ചുറ്റുപാടുകൾ ജീവിക്കാൻ പ്രാപ്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല വെട്ടിത്തിളക്കുന്ന വെള്ളത്തിൽ അവയ്ക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ വളരെ ശക്തമായ കെമിക്കൽസ് ഉള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അസിഡിക് ആയിട്ടുള്ള അമ്ലതയുള്ള പ്രദേശങ്ങളിൽ, ഉപ്പ് അധികമുള്ള പ്രദേശങ്ങളിൽ ഇവിടെയൊക്കെ ജീവിക്കാൻ അതികഠിനമായ ചുറ്റുപാടുകളിൽ ജീവിക്കാൻ കഴിവുള്ള ജീവികളാണ്. അതേപോലെ ആയിരിക്കാം ലൂക്ക എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഇവയ്ക്ക് ഓക്സിജന്റെ ആവശ്യമില്ലായിരുന്നു, ശ്വസനം തുടങ്ങിയിട്ടില്ല എന്ന്. അപ്പൊ ശ്വസനം വേണമെങ്കിൽ അതിന് ക്ലോറോപ്ലാസ്റ്റ് വേണം. ക്ലോറോപ്ലാസ്റ്റ് ഇല്ല ഇതിൽ, അല്ലെ? അപ്പൊ ഓക്സിജൻ ആവശ്യമില്ലാത്ത, അതിന്റെ ആവശ്യമില്ലെന്ന്, കാരണം ഇഷ്ടംപോലെ ഭക്ഷണം ചുറ്റുപാടുണ്ട്. അത് അതിലെ ഡിഫ്യൂഷൻ വഴി ഉള്ളിലേക്ക് വന്നോളും. ഇഷ്ടംപോലെ ഭക്ഷണം ചുറ്റുഭാഗത്ത് ഉള്ളതാണ്. പക്ഷെ അത് സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്നവയാണ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഭക്ഷണം ലഭ്യമാണ്. അത് കോശത്തിനുള്ളിലേക്ക് കടക്കുകയും അതിന് രാസപ്രവർത്തനങ്ങൾ വഴി അതിനാവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ ഇതായിരിക്കാം ആദ്യത്തെ കോശം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, ഞാൻ ഇതിലേക്ക് ലൂക്കയെ പറ്റി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിവിധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് ചിലർ പറയുന്നത് ഇതാണ്, ലൂക്കയിൽ നിന്നും ആദ്യം ബാക്ടീരിയയും ആർക്കിയയും ഉണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു ഭാഗമായിട്ട് യൂക്കാരിയോട്ട് ഉണ്ടായി എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ മർമ്മങ്ങളുള്ള, ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവികൾ. ഏകകോശമല്ല, പിന്നീട് ബഹുകോശമായി അത്തരത്തിൽ ജീവികളാണ് യൂക്കാരിയോട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലർ പറയുന്നത് അങ്ങനെയല്ല, ബാക്ടീരിയയിലും ആർക്കിയയും രണ്ടും കൂടിയിട്ടാണ് യൂക്കാരിയോട്ട് ഉണ്ടാകുന്നതാണ് ചിലർ പറയുന്നത്. അത്ര നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ലൂക്കയാണ് തുടക്കം. അതിൽ നിന്നാണ് ബാക്ടീരിയയും ആർക്കിയയും യൂക്കാരിയോട്ടുകളൊക്കെ ഉണ്ടായത്.
ഇത് എവിടെ ഉണ്ടായിരുന്നു, എവിടെയാണ് ഇതിനകത്ത് ഈ ലൂക്ക ഉണ്ടായത് എന്നതിനെ പറ്റിയും ചെറിയൊരു ധാരണ നമുക്കുണ്ട്. കാരണം അത് പ്രത്യേക തരത്തിലുള്ള ഒരു ചുറ്റുപാട് വേണമല്ലോ. ഞാൻ പറഞ്ഞു, വളരെ കഠിനമായ പരിസ്ഥിതിയുള്ള സ്ഥലത്ത് അവയ്ക്ക് ജീവിക്കാൻ പറ്റും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത്. കടലിനടിയിൽ കാണുന്ന, കടലിന്റെ അടിയിലുള്ള അടിത്തട്ടിൽ ചില സ്ഥലത്ത് ക്രാക്ക് ഉണ്ടാവും, പൊട്ടിയിട്ടുണ്ടാവും. ഈ പൊട്ടിയ ഈ ഒരു വിടവിലൂടെ ലാവ, നല്ല ചുട്ടുപൊള്ളുന്ന ലാവ പുറത്തേക്ക് വരികയും വെള്ളം അതിലേക്ക് അടുക്കുകയും വെള്ളം തിളച്ചു മറിയുന്നുണ്ടാകും. ഓക്കെ, സോ ഹൈഡ്രോ തെർമൽ വെൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ ചുറ്റുമായിരിക്കാം അത്രയും ഈ ഒരു ലൂക്ക ഉണ്ടായത് എന്നാണ് പലരും ശാസ്ത്രജ്ഞന്മാരും. ഓക്കെ, ഏതായാലും ആദ്യം ഏകകോശ ജീവികളാണ് ഉണ്ടായിട്ടുണ്ടാവുക. അത് ആദ്യം കോശങ്ങളില്ലാത്ത, അല്ല ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളായിരിക്കും, ബാക്ടീരിയ പോലെയുള്ളത്. പിന്നീട് ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളുണ്ടായി, ജീവികളുണ്ടായി. ഉദാഹരണത്തിന് നമ്മുടെ അമീബ അതിന് ഉദാഹരണം. അതൊരു ഏകകോശ ജീവിയാണ്, പക്ഷെ അതിന് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. പിന്നീട് അത് പിന്നെ ഡിവൈഡ് ചെയ്ത് അടുത്ത സ്റ്റേജിൽ അത് ബഹുകോശ ജീവികളായി. എങ്ങനെയാണ് ഏകകോശ ജീവി ബഹുകോശീയ ജീവി ആയത് എന്നുള്ളതിനും ഒരു 3 ഹൈപ്പോത്തസിസ് ആണുള്ളത്, 3 പരികല്പനകളുണ്ട്. അതിൽ ഒന്നാമത്തത് പറയുന്നത്, ഈ ഒരു ഏകകോശ ജീവി കുറെ ഏകകോശ ജീവികൾ ഒരു കോളനി പോലെ ഒത്തുകൂടി ജീവിച്ചതായിരിക്കാം. എന്നിട്ട് ഒന്നിച്ചത് ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ആ രീതിയിലായിരിക്കാം. അതുപോലുള്ള ജീവികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പിന്നെ ചില എന്താ പറയേണ്ടത്, സ്ലൈം മോൾഡ് എന്നൊക്കെ പറയുന്ന ചില ജീവികൾ ഏകദേശം അതുപോലെയാണ്. രണ്ടാമത്തെ പരികല്പന എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് വിഭജിക്കുകയും എന്നാൽ അത് വിട്ടുപോകാതിരിക്കുകയും ചെയ്യുക. അത് കോശ സ്ഥലത്തിനുള്ളിൽ തന്നെ നിൽക്കുക. അപ്പോൾ അതിന്റെ ചുറ്റും ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടായി. അങ്ങനെ ഒരു പിന്നെ ബഹുകോശ ജീവി ഉണ്ടായി എന്നാണ് ഒരു പരികല്പന പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത്, കോശങ്ങൾ വിഭജിച്ചു, പക്ഷെ അത് ആ ഒരു ഡോട്ടർ സെൽസ് അല്ലെ, പ്രത്യേക കോശങ്ങൾ വിട്ടുപോയില്ല, എല്ലാം ഒന്നിച്ച് ജീവിച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികൾ ഉണ്ടായത് എന്നാണ് നമ്മൾ ഇപ്പോഴുള്ള കോൺസെപ്റ്റ്. ഇത് നമുക്കറിയില്ല, ഇതൊക്കെ ചരിത്ര പ്രശ്നങ്ങളാണ്, ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളാണ്, നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. സാധ്യതകളാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പൊ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്, ഇപ്പൊ കോശങ്ങളിലേക്ക് വരാം. ആദ്യമായി കണ്ട കോശങ്ങൾ, ആരാണ് ആദ്യമായി കോശം കണ്ടത് നിങ്ങൾ പഠിച്ചു കാണും. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ 1665 അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പിൽ അടിയിലൂടെ കോർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മരത്തിന്റെ കോർക്ക് ഉണ്ടല്ലോ, നമ്മള് പണ്ടത്തെ ഹോമിയോ ഗുളിയൊക്കെ പിന്നെ ഇട്ട് വെക്കുന്ന ബോട്ടിൽ, അത് അടച്ചു വെക്കുന്നത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോഴത് ഞാൻ കണ്ടിട്ടില്ലത്. ഇപ്പൊ അത് പിന്നെ പല സ്ഥലത്തുനിന്ന് ഞങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ലാബിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ കോർക്കുകൾ, മറ്റേ പല കാര്യത്തിനും. അത് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും അകറിൽ നിന്നൊക്കെ വരുത്തിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ല അത്. അപ്പൊ അത് ഒരു മരത്തിന്റെ പിന്നെ തൊലിയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്, ഈ കോർക്ക് എന്ന് പറയുന്നത്. അത് വളരെ കട്ടി കുറഞ്ഞ സ്ലൈസ് ആക്കി എടുത്ത് മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയപ്പോൾ ഇതുപോലെയുള്ള ഒറിജിനൽ ചിത്രമാണിത്. ഇത് അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫ് അല്ല, റോബർട്ട് ഹുക്ക് വരച്ച ചിത്രമാണ്. ഇതൊക്കെ മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ്. അപ്പം അവൈലബിൾ ആണ്, കോപ്പിറൈറ്റ് ഇല്ലാത്ത പുസ്തകങ്ങളാണ്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള കുറെ കള്ളികൾ കണ്ടു. അപ്പം ഇത് ഒറ്റ നോട്ടത്തിന് കുറെ മുറികളെ പോലെ തോന്നി, റൂംസ് ആണെന്ന് തോന്നി. അങ്ങനെ അതിന് സെൽ എന്നുള്ള പേര് കൊടുത്തത്. സെൽ എന്ന് പറഞ്ഞാൽ അർത്ഥം സെല്ലുലാർ ജയിൽ എന്നൊക്കെ നിങ്ങൾ കേട്ടുകയാണല്ലോ, ആൻഡമാനിലുള്ള സെല്ലുലാർ ജയിൽ, കുറെ മുറികളുള്ള. അപ്പൊ മുറി എന്നാണ് സെല്ലിന്റെ അർത്ഥം. അങ്ങനെയാണ് ഇതിന് സെൽ, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ നമ്മളത് കോശം എന്ന് പറയുന്നത്. ഇപ്പൊ സെൽ അതിന്റെ എന്താണ്, അതിന്റെ ധർമ്മം എന്താണ്, എന്തിനാണ് ഈ കോശങ്ങളെ കൊണ്ട് ഈ ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഈ ഒരു മരങ്ങൾക്ക് എന്താണ് ഗുണമുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം കണ്ടു എന്ന് മാത്രം. പിന്നീടാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ആന്റണി ലെവൻഹോക്ക് കുറച്ചുകൂടി പിന്നെ RBC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. 3 ശാസ്ത്രജ്ഞന്മാരെ കൂടി രൂപീകരിച്ചതാണ്. മത്തിയാസ് ഫ്ലീഡൻ, തിയോഡോർ ഷ്വാൻ, റുഡോൾഫ് വെർക്കോ എന്നിവർ ചേർത്ത്. ഇത് അത്ര പ്രാധാന്യമുള്ളതല്ലാത്തത് വളരെ പെട്ടെന്ന് ഓടിച്ചു പോകാം. കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞ ഇതാണ്: എല്ലാ ജീവികളും ഒന്നോ അതിലധികമോ കോശങ്ങളാൽ നിർമ്മിതമാണ് ആണല്ലോ. ഒരു ജീവിയുടെ ഘടനാപരമായ അടിസ്ഥാന ഏകകം എന്ന് പറയുന്നത് കോശമാണ്. കോശമാണ് അതിന്റെ അടിസ്ഥാനം. കാരണം നമുക്ക് രോഗം ബാധിക്കുമ്പോഴൊക്കെ ശരീരത്തെ മൊത്തത്തിലല്ലോ ബാധിക്കുക, കോശത്തെയാണ് ബാധിക്കുന്നത്. അതുപോലെ ഒരു കോശത്തിന്റെ ഉള്ളിലാണ് അതിന്റെ എല്ലാ ജീനുകളും. ഒരു കോപ്പി
ഓരോ കോശത്തിലുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് ആണ്, അല്ല ഏകകമാണ് ഒരു കോശം എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ കോശങ്ങളും ഉണ്ടാകുന്നത് മുൻപുണ്ടായിട്ടുള്ള കോശത്തിൽ നിന്നാണ്. താനേ കോശങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ കാര്യത്തിലാണെങ്കിൽ അണ്ടവും പുംബീജവും കൂടി ചേർന്നിട്ടുള്ള സൈഗോട്ട്, സംയുക്താണ്ഡം. ആ സംയുക്താണ്ഡമാണ് ആദ്യത്തെ കോശം അല്ലെ, നമ്മുടെ മനുഷ്യന്റെ ആദ്യത്തെ കോശം. അത് ഡിവൈഡ് ചെയ്തിട്ടാണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ജീവി ഉണ്ടാകുന്നത്. എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്, സസ്യങ്ങളായാലും ജന്തുക്കളായാലും. ഓക്കെ, നമുക്കിനി കോശത്തിന്റെ ഘടനയെ പറ്റി ഒരു ബേസിക് ഐഡിയ. അത് നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇതിന്റെ വലിയൊരു ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും പെട്ടെന്ന് പറയാം, നമ്മുടെ സമയം പറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കോശത്തിന്റെ ഘടന എന്ന് പറഞ്ഞാൽ അതിനൊരു കോശസ്തരം അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ഒരു ദ്രാവകാവസ്ഥയിലുള്ള സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം ഉണ്ടാകും. ന്യൂക്ലിയസ് ഉള്ള കോശമാണെങ്കിൽ ഇതിലൊരു ന്യൂക്ലിയസ് ഉണ്ടാകും. മർമ്മം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്ക് പലതരത്തിലുള്ള ഓർഗനലുകൾ, ഓർഗനൽ അവയവത്തിന്റെ ആണല്ലോ നമ്മൾ ഓർഗൻ എന്ന് പറയുന്നത്. വളരെ ചെറുതായത് കൊണ്ട് അതിനെ ഓർഗനൽ എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ഓർഗനുകളുണ്ട്. ഇതാണ് ഒരു കോശത്തിന്റെ ഘടന. നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട്, ന്യൂക്ലിയസ് ഉള്ളതും ഇല്ലാത്തതും. അപ്പൊ ന്യൂക്ലിയസ് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഓഫ് കോഴ്സ് പ്രോകാരിയോട്ട് എന്നാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെ പറയുന്നത്. യൂകാരിയോട്ട് ന്യൂക്ലിയസ് ഇല്ലാത്തതും ന്യൂക്ലിയസ് ഉള്ളതും. അപ്പൊ ന്യൂക്ലിയസ് ഉണ്ടാവില്ല, യൂകാരിയോട്ടിലുണ്ട്. വ്യാസം വളരെ ചെറുതായിരിക്കും. പ്രോകാരിയോട്ടുകൾ, ബാക്ടീരിയ എക്സാമ്പിൾ, വളരെ ചെറുതായിരിക്കും. അതിലെ സൈറ്റോസ്കെലട്ടൺ അസ്ഥികൂടമാണ്. സൈറ്റോസ്കെലട്ടൺ കോശങ്ങൾക്ക് ആകൃതി കൊടുക്കുന്ന ഒരു വസ്തുക്കളാണത്, സൈറ്റോസ്കെലട്ടൺ എന്ന് പറയുന്നത്. പ്രോകാരിയോട്സിലില്ല, യൂകാരിയോട്ടിലുണ്ട്. അതുപോലെ ഓർഗനുകളില്ല, പ്രത്യേകിച്ചും സ്തരങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ഓർഗനുകളില്ല. അല്ലാത്ത ഉണ്ട്, അതേതാണ് നമുക്ക് പറയാം. യൂകാരിയോട്ടിൽ അങ്ങനെയല്ല, അതിന് സ്തരങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗനുകളുണ്ട്. ഉദാഹരണത്തിന് മൈറ്റോകോൺട്രിയ. പ്രോകാരിയോട്ടിൽ മൈറ്റോകോൺട്രിയ ഇല്ല, യൂകാരിയോട്ടിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. DNA വലിപ്പം ചെറിയ DNA ആണ് പ്രോകാരിയോട്ടിൽ, വലിയ DNA ആണ് യൂകാരിയോട്ടിലുള്ളത്. ക്രോമസോമുകളുടെ ആകൃതി വൃത്താകൃതിയുള്ള DNA ആണ് പ്രോകാരിയോട്ടിൽ ഉണ്ടാവുക. എന്നാൽ നീളത്തിലുള്ള രേഖീയമായ ഒന്നിലധികം, മറ്റേത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ, യൂകാരിയോട്ടിൽ ഒന്നിലധികം ഉണ്ടാവും. ഓക്കെ, ഇനി സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ സസ്യകോശത്തിന് സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കോശ ഭിത്തി ഉണ്ടാവും, ജന്തുകോശത്തിന് അതില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ബാക്കി ഏകദേശം എല്ലാം ഒരുപോലത്തെയാണ്. ഒന്ന്, അതിന് വലിയ ഒരു വാക്വോൾ എന്ന് പറഞ്ഞാല് ഇതിൻ്റെ ഉള്ളില് ചില ദ്രാവകം ഉണ്ടാവും, ഫാനം എന്നാണ് മലയാളത്തിൽ പറയാ. ഓക്കെ, അതാണ് ഇതിലുണ്ടാവുക. അത് വലുതായിരിക്കും സസ്യകോശത്തിൽ, ജന്തുകോശത്തിൽ ചെറുതായിരിക്കും. ഇതില് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് മൈറ്റോകോൺട്രിയ ഒക്കെ രണ്ടിലുണ്ട്. ക്ലോറോഫിൽ ഉണ്ടാവും സസ്യകോശത്തിൽ, ക്ലോറോഫിൽ ഉണ്ടാവും, ഹൈഡ്രജകം. ജന്തുകോശത്തിൽ അതില്ല. അല്ല, സെൻട്രോമിയർ സെൻട്രോസോം എന്ന് പറയുന്ന ഓർഗനൽ സസ്യകോശത്തിലില്ല, ജന്തുകോശത്തിലുണ്ട്. അത് കോശ വിഭജനത്തെ സഹായിക്കുന്ന ഒരു ഓർഗനലാണ്. ഇതൊക്കെയാണ് ഇതിന്റെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. പ്രധാനപ്പെട്ട ഓർഗനുകൾ ഇതൊക്കെയാണ്. അതിന്റെ ഫംഗ്ഷനും പറയുന്നുണ്ട്. മൈറ്റോകോൺട്രിയ അതിന്റെ ഒരു ഊർജ സ്രോതസ്സാണ്, ഊർജം ഉണ്ടാക്കുന്ന പവർ ഹൗസ് ആണ്, ഊർജ നിലയം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഇവിടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, ശ്വസനത്തിന്റെ അവസാന ഘട്ടം നടക്കുന്ന ഇവിടെയാണ്. അവിടെ വെച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് പോലെയുള്ള ഭക്ഷണം. എന്നിട്ട് എനർജി, ഊർജം സംഭരിച്ച് വെക്കുന്ന മോളിക്യൂൾസ്, തന്മാത്രകൾ ഉണ്ടാക്കുന്നു. ATP എന്നാണ് തന്മാത്രയുടെ പേര്, നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. റൈബോസോം നേരത്തെ പറഞ്ഞ പ്രോകാരിയോട്സിലുണ്ട്, യൂകാരിയോട്സിലുണ്ട്. ഓക്കെ, പ്രോട്ടീനിന്റെ ഉൽപാദനം, മാംസ്യത്തിന്റെ ഉൽപാദനമാണ് ഇതിന്റെ ധർമ്മം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇത് കുറെ നെറ്റ്വർക്കാണ്, കുഴലുകളാണ്. ഈ കുഴലുകളുടെ അതിൽ പ്രോട്ടീൻ ഉണ്ടാവുകയും ചെയ്യും. പ്രോട്ടീനിനെ പ്രോസസ് ചെയ്യും, അത് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഗോൾഗി ബോഡി സഞ്ചികൾ പോലെയുള്ള ചില
ഓർഗനലുകളാണ്. അവിടെയാണ് ഈ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കിയ ശേഷം അവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അവിടെ നിന്ന് പല സ്ഥലത്തേക്കും, അതൊരു പോസ്റ്റ് ഓഫീസ് പോലെയാണ്, അവിടെ റിസീവ് ചെയ്യുകയും ചെയ്യും, പല സ്ഥലത്തേക്കും അയക്കുകയും ചെയ്യും. അതൊന്നും പിന്നെ അത് വിശദമായിട്ട് പറയാൻ നമുക്ക് സമയമില്ല. ലൈസോസോം സഞ്ചിയാണ്. ഈ സഞ്ചിക്കുള്ളിലുള്ള ഡൈജസ്റ്റീവ് എൻസൈം, ദഹന രസങ്ങൾ അതിന്റെ ഉള്ളിലുള്ളത്. നമുക്ക് കോശത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇതിലേക്ക് കടത്തിവിട്ട് അത് ദഹിപ്പിച്ച് കളയും. കോശത്തിന് തന്നെയും സ്വയം നശിക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻസൈം ഉപയോഗിച്ചിട്ട് നശിപ്പിക്കാൻ പറ്റും. അപ്പൊ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ലൈസോസോം. വാക്പോൾസ് നേരത്തെ പറയുന്ന പോലെ അത് സ്റ്റോറേജിനാണ്. സെൻട്രോസോം സെൽ ഡിവിഷനാണ്. ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിനാണ്. ഇതാണ് മൈറ്റോകോൺട്രിയ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഇതിൽ യൂക്കാരിയോട്ടിക്സിലേ ഉള്ളൂ. യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള കോശങ്ങളിൽ മാത്രമേ മൈറ്റോകോൺട്രിയ ഉള്ളൂ. മൈറ്റോകോൺട്രിയയുടെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് ഉദാഹരണത്തിന് നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ അതിൽ മൈറ്റോകോൺട്രിയ ഒന്നുപോലും ഇല്ല. എന്നാൽ നമ്മുടെ ലിവറിൽ, കരളിൽ 2000-ലധികം ഉണ്ടാവും. അപ്പോൾ അതിന്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും മൈറ്റോകോൺട്രിയ ഉണ്ടാവുന്നത്. ഇരട്ട സ്ഥലമാണ് അതിന്. ഒരു ബാഹ്യസ്ഥലം ഉണ്ടാവും, ഒരു ആന്തരസ്ഥലം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഒരു ഇതിന് പുറമെ ഇതിന് DNA ഉണ്ട്, ഇതിൻ്റെതായിട്ടുള്ള DNA ഉണ്ട്, ഇതിൻ്റെതായിട്ടുള്ള റൈബോസോം ഉണ്ട്. ഈ DNAയുടെയും റൈബോസോമിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ടും ബാക്ടീരിയകളുടെ DNA പോലെയും ബാക്ടീരിയകളുടെ റൈബോസോം പോലെയാണ്. ഏകദേശം അതുപോലെയാണ് മൈറ്റോകോൺട്രിയകൾ. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് ഇത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു സ്വതന്ത്ര ജീവിയായിരുന്നു, ഒരു പ്രോകാരിയോട്ടായിരുന്നു, ബാക്ടീരിയ പോലെയുള്ള ഒരു ജീവിയായിരുന്നിരിക്കണം. അത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു യൂക്കാരിയോട്ട്, ഒരു ന്യൂക്ലിയസ് ഉള്ള ഒരു ഏകകോശ ജീവി ഇതിനെ വിഴുങ്ങുകയും, ഫെഗോസൈറ്റോസ് എന്നതിനെ പറയാം. അങ്ങനെ അവർ സിംബയോസിസ്, സഹജീവനം തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മൈറ്റോകോൺട്രിയ നമ്മുടെ യൂക്കാരിയോട്ടിനുള്ളിൽ കയറിയിട്ടുള്ളത്. അങ്ങനെ കയറിയിട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ജീവികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കാരണം റെസ്പിറേഷൻ സാധ്യമായിരുന്നില്ല. റെസ്പിറേഷൻ വേണമെങ്കിൽ, ശ്വസനം നടക്കണമെങ്കിൽ, ATP ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. ഇല്ലെങ്കിൽ അത് ജീവൻ അതോടെ നശിച്ചു പോയിട്ടുണ്ടാകുമായിരുന്നു, ഈ ഒരു ഘട്ടം ഉണ്ടായിരുന്നില്ലെങ്കിൽ. നമ്മൾ സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇത് ക്രോമസോം അറിയാം. ന്യൂക്ലിയസിനുള്ളിലാണ് ക്രോമസോം ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾക്കറിയാം. ക്രോമസോമിലാണ് DNA ഉണ്ടാവുക. DNAയും ഇതൊരു ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പം വേറെ ക്ലാസ് ഉണ്ടാകുമായിരിക്കും, അതുകൊണ്ട് അത് കൂടുതലേക്ക് പറയുന്നില്ല. DNAയും ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീനും ചേർന്നതാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, നോട്ട്സിൽ അത് വായിക്കുക. ജൈവ പരിണാമവും അതിൻ്റെ തെളിവുകളുമാണ് ഇനി പറയാൻ പോകുന്നത്. ജൈവപരിണാമത്തിന്റെ ഒരു ക്ലാസ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഒക്കെ വേണമല്ലോ, അതുകൊണ്ട് ഇവിടെ കൊടുത്തേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം എന്താണ് പിന്നെ എവല്യൂഷൻ എന്ന് പറയാൻ, എന്താണ് എല്ലാവർക്കും പരിണാമം എന്ന് പറഞ്ഞാൽ. എന്താണ് പരിണാമം എന്ന് പറഞ്ഞാൽ ജീവികളിൽ ഉണ്ടാകുന്ന പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന മാറ്റങ്ങളാണ്. ഇത് ജീവികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് കൈമാറാൻ കഴിയുകയും വേണം. അത്രയും മാറ്റങ്ങളെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും ഡാർവിന്റെ ചിത്രം കാണിക്കാതിരിക്കാൻ പറ്റില്ല പരിണാമത്തെ പറ്റി പറയുമ്പോൾ. അദ്ദേഹമാണല്ലോ ഇന്ന് നമ്മൾ പിന്നെ ഫോളോ ചെയ്യുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് ഡാർവീനിയൻ എവല്യൂഷനാണ്. അപ്പോൾ ഡാർവിൻ എവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു ടെനറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ജീവികൾ മാറ്റങ്ങൾക്ക് വിധേയമായാണ് പുതിയ ജീവികൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്ന ഇംഗ്ലീഷിൽ പറയാൻ വളരെ സുഖമാണ്, മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തോളൂ. ഓക്കെ, എന്തായാലും സംഗതി അതിന്റെ ഇൻ പ്രിൻസിപ്പിൾ അതാണ്, ഒരു മാറ്റമാണ്. ഈ എവല്യൂഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റം എന്നാണല്ലോ. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ അധികം സമയം കളയണ്ട. ചരിത്രവും ഞാൻ അധികമൊന്നും പറയുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ചരിത്രത്തെ പറ്റി പറയും. നമുക്ക് വേഗം ഇതിന്റെ തെളിവുകളിലേക്ക് പോകാം. അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചാൾസ് ഡാർവിൻ 1859, അതിന് മുൻപ് തന്നെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എവല്യൂഷനെ പറ്റി. അദ്ദേഹം പെട്ടെന്നുണ്ടാക്കിയ ഒരു തിയറിയോ നല്ലത്. ചില ചിന്തകളൊക്കെ അതിന് മുമ്പേ ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ അധികം പറയുന്നില്ല. ഏതായാലും അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെയാണ് ഇത് പ്രശസ്തമായത്, വളരെ പ്രശസ്തമാകുകയും ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്
പ്രകൃതി നിർദ്ധാരണം വഴിയാണ് മാറ്റങ്ങൾ, ഈ പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു പുസ്തകത്തെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ ഒരു കൂട്ടം ഒരു സ്പീഷീസിലുള്ള ഒരു പിന്നെ അംഗങ്ങളെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷനിലുള്ള എല്ലാ അംഗങ്ങളും ഒരേപോലെ ആയിരിക്കില്ല, അവയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്, വേരിയേഷൻസ് ഉണ്ടാവും, വ്യതിയാനങ്ങൾ ഉണ്ടാവും എന്നും ഈ വ്യതിയാനങ്ങൾ, ചില വ്യതിയാനങ്ങളുള്ളവ അത് കൂടുതലായിട്ട് അത് പ്രത്യുൽപാദനം ചെയ്യാൻ കഴിവുള്ളവയായിരിക്കും. അത്തരത്തിലുള്ളവ സെലക്ട് ചെയ്യപ്പെടുകയും എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യുകയും രക്ഷപ്പെടുകയും മത്സരത്തിൽ അവ വിജയിക്കുകയും അവയുടെ ആ ഒരു എന്താ പറയേണ്ടത് വേരിയേഷൻ, അതെന്താണോ വേരിയേഷൻ എന്നും അദ്ദേഹത്തിന് അറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾ വ്യതിയാനം ഉണ്ടായത് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്തായാലും എന്തോ ഒരു വ്യതിയാനം ഉണ്ടാകുന്ന ജീവികളെ അത് അടുത്ത തലമുറക്ക് കിട്ടുന്നുമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം, അതാണ് പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത്. പിൽക്കാലത്താണ്, അക്കാലത്ത് അദ്ദേഹത്തിന് അത് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് വ്യതിയാനം ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഈ വ്യതിയാനം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് പറയാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ഗ്രിഗർ മെന്റലിൻ്റെതായിരുന്നു. ചാൾസ് ഡാർവിൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഗ്രിഗർ മെന്റൽ ഉണ്ട്. അദ്ദേഹം ജനിതക ശാസ്ത്രത്തിന്റെ പല പ്രിൻസിപ്പിൾസും അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു, പക്ഷെ ആരും അറിഞ്ഞില്ല. 1900-ലാണ് അത് പിന്നീട് അത് തിരിച്ചറിയപ്പെടുന്നത്, വീണ്ടും കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ ജനിതകശാസ്ത്രം വന്നതോടുകൂടി തന്നെ പല പല മാറ്റങ്ങളുണ്ടായി. ഈവൻ ഡാർവിന്റെ സിദ്ധാന്തത്തെ പറ്റി പോലും അതിനെ പോലും റിജക്ട് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയ ജീവികൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എവല്യൂഷൻ ഉണ്ടാകുന്നത് മ്യൂട്ടേഷൻ വഴിയാണ്. ജീവികളിലുള്ള DNA-യിൽ, പിന്നെ DNA ഒന്നും ശരിക്കും അതിന്റെ സ്ട്രക്ചർ ഒന്നും അറിയില്ല. ഏതായാലും ജീനുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനെ മ്യൂട്ടേഷൻ എന്ന് പറയും. ഈ മ്യൂട്ടേഷൻ മൂലമാണ് പുതിയ ജീവികൾ ഉണ്ടാകുന്നത് എന്നുള്ള മ്യൂട്ടേഷനിസം എന്ന് പറഞ്ഞ സിദ്ധാന്തം വന്നു. കുറച്ചു കാലം ഡാർവിനെ പറ്റി ആരും സംസാരിക്കാതായി. എന്നാൽ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ രണ്ടും കൂടി യോജിപ്പിച്ചു. അതിന് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർ റൊണാൾഡ് ഫിഷർ, JP ഹാൽഡെയിൻ, സീവൽ റൈറ്റ്, പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു ശാസ്ത്രശാഖയുടെ ഉപജ്ഞാതാക്കളാണ് ഇവരൊക്കെ. ഓക്കെ, അപ്പൊ അവര് ആരും ഇതിൻ്റെ ആയിട്ടുള്ള ബന്ധം, നാച്ചുറൽ സെലക്ഷനും മ്യൂട്ടേഷൻ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അവര് പിന്നെ അത് തമ്മിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനൊക്കെ അവർ ഈ പോപ്പുലേഷൻ ജെനറ്റിക്സ് വഴി അവർക്ക് കഴിഞ്ഞു. അതിനുശേഷം പ്രധാനപ്പെട്ട ആളാണ് തിയഡോഷ്യസ് ഡൊബ്ഷാൻസ്കി. അദ്ദേഹമാണ് ഇതൊക്കെ എല്ലാവരുടെയും ചിതറിക്കിടക്കുന്ന പല ചിന്തകളും എല്ലാം യോജിപ്പിച്ച് ജെനറ്റിക്സും മ്യൂട്ടേഷനും ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷനും ഇതൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പുതിയ സിദ്ധാന്തം. അതാണ് നമ്മൾ മോഡേൺ സിന്തസിസ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ പിന്നെ ഫോളോ ചെയ്യുന്നത് ആ ഒരു മോഡേൺ സിന്തസിസ് ആണ്. അതിൽ പ്രകൃതി നിർദ്ധാരണം, ജനിതക ശാസ്ത്രം, പാലിയന്റോളജി, ഫോസിൽ പഠനം, ഭൗമശാസ്ത്രം, വർഗീയ ശാസ്ത്രം, ഇതൊക്കെ വർഗീകരണ ശാസ്ത്രം, ഇതെല്ലാം കൂടി അന്ന് നിലവിലുള്ള എല്ലാ ശാസ്ത്രശാഖകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സിദ്ധാന്തം. അതാണ് പിന്നെ മോഡേൺ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനെ ശക്തി പകർന്നുകൊണ്ട് ജെനറ്റിക്സിലും മോളിക്കുലാർ ബയോളജിയിലും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പിന്നീട് നടന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നേരത്തെ നമ്മൾ പറഞ്ഞു, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA-യുടെ ഘടന കണ്ടുപിടിച്ചു. എന്താണ് ശരിക്കും മ്യൂട്ടേഷൻ എന്നൊക്കെ അതിനുശേഷമാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞത്. ഇപ്പോഴത് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു മോളിക്കുലാർ ബയോളജി. ഡാർവിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ജെനറ്റിക്സിന്റെ ബേസിൽ നമുക്ക്, അല്ലെങ്കിൽ മോളിക്കുലാർ ബയോളജിയുടെ ബേസിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ എല്ലാം ഏകദേശം ശരിയായിരുന്നു, അത്രയും ക്രാന്തദർശിയായിരുന്നു അദ്ദേഹം. വലിയ തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പിന്നെ അന്ന് മോളിക്കുലാർ ബയോളജി ഒന്നും ഇല്ലെങ്കിൽ പോലും ഈവൻ പിന്നെ കാലഗണന പോലും പറഞ്ഞത് ഏകദേശമൊക്കെ ശരിയാണ്. ലൂക്കയുടെ ഇതൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പൊതുപൂർവ്വൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കിപ്പോൾ അറിയാം അങ്ങനെ ഒരു പൊതുപൂർവ്വൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ പിന്നെ തന്മാത്ര പിന്നെ സിദ്ധാന്ത, ഈ ഒരു ജീവശാസ്ത്രം, മോളിക്കുലർ ബയോളജി ഉപയോഗിച്ച് നമുക്കത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാർവിൻ അന്ന്, ഇന്നത്തെ ലൂക്ക, അന്ന് ലൂക്ക ഒന്നും പേരില്ല, അദ്ദേഹത്തിന്റെ ആ ഒരു തുടക്കം ഒരു ട്രീ പോലെ, ഒരു മരം പോലെ അദ്ദേഹം വരച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നോട്ട്ബുക്കിൽ വരച്ചിട്ടാണ്. 22-21 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഈ HMS ബീഗിൽ സഞ്ചരിക്കുന്ന കാലത്ത് 22 വയസ്സുകാരനാണ് അദ്ദേഹമാണ്. ആ ഒരു ക്രാന്തദർശിയായിരുന്നു, ഒരു സാധാരണക്കാരനല്ല എന്ന് തന്നെ പറയാം. വളരെയധികം ഐക്യു എത്രയാണെന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ. ഏതായാലും ഒരു ക്രാന്തദർശിയായിരുന്നു എന്ന് പറയാം.
അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ചിത്രം വരച്ചു. ഏകദേശം അതുപോലുള്ള ചിത്രങ്ങളെ നമുക്ക് ഇപ്പോഴും നമ്മൾ പരിണാമ വൃക്ഷം എന്ന് പറയുന്നതിനൊരു വേരുണ്ട്. അവിടെ നിന്ന് ഒറിജിൻ ഓഫ് ലൈഫ് തുടങ്ങുന്നു, ബ്രാഞ്ചുകളായിട്ട് മരത്തിന്റെ കൊമ്പുകൾ എല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഐസൊലേഷൻ അല്ല, ഒറ്റക്കൊറ്റയ്ക്കല്ല പരിണാമം, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിണാമം നടന്നത്. ഒരു മരം എങ്ങനെയാണോ അതിന്റെ കൊമ്പുകൾ ഉണ്ടാകുന്നത്, അതുപോലെയാണ് പരിണാമം ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി വളരെ വേഗത്തിൽ നമുക്ക് 10 മിനിറ്റ് കൂടി, 5 മിനിറ്റ് വൈകിട്ടാണ് തോന്നുന്നു നമ്മുടെ ക്ലാസ് തുടങ്ങിയത്. ആ 5 മിനിറ്റ് ഞാൻ എടുക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട തെളിവുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഫോസിലുകൾ തന്നെ, പാലിയന്റോളജി എന്നാണ് ശാസ്ത്രത്തിന് പറയുന്നത്. രണ്ടാമത്തത് അനാട്ടമി, കമ്പാരറ്റീവ് അനാട്ടമി, ശരീരങ്ങളുടെ താരതമ്യ പഠനം. ജൈവ ഭൂമിശാസ്ത്രം, ബയോജിയോഗ്രഫി, ഭ്രൂണശാസ്ത്രം അല്ലെങ്കിൽ എംബ്രിയോളജി. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കാലത്തുള്ള ഏറ്റവും പുതിയ ബയോ കെമിസ്ട്രിയുടെ ജൈവരസതന്ത്രവും അതല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള മോളിക്കുലർ ബയോളജി, തന്മാത്രാ ജീവശാസ്ത്രവും. അതിന് പുറമെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എവല്യൂഷൻ, ഇപ്പോഴും എവല്യൂഷൻ നടക്കുന്നുണ്ട്, അതിനുള്ള ഉദാഹരണങ്ങൾ. പിന്നെ എക്സ്പെരിമെന്റൽ എവല്യൂഷൻ, പരീക്ഷണശാലയിൽ നടത്തിയ പരിണാമം. ഇത്രയുമാണ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം ഫോസിലുകൾ എടുക്കാം. ഫോസിലുകൾ, ഫോസിൽ എന്ന വാക്കിന്റെ അർത്ഥം കുഴിച്ചെടുത്ത് എന്നാണ്. അപ്പൊ അധികം കുഴിച്ചെടുക്കുകയാണല്ലോ ചെയ്യുക, എല്ലാം കുഴിച്ചെടുക്കുന്നൊന്നല്ല, കുഴിച്ചെടുക്കാതെയും പിന്നെ ഫോസിലുകൾ കിട്ടുക. അതായത് ജീവികളുടെ പിന്നെ റംനൻസ്, അവശേഷിപ്പുകളാണ് ഫോസിലുകൾ. പലതരത്തിലുള്ള പിന്നെ ഫോസിലുകളുണ്ട്. ചിലപ്പോൾ അത് ശരീരത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ശരീരഭാഗത്തിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള പിന്നെ കല്ല് പോലെയുള്ള ഭാഗങ്ങളായിരിക്കാം, അച്ചുകളായിരിക്കാം, കാലടി അടയാളങ്ങളായിരിക്കാം, ഗുഹകളായിരിക്കാം, കൂടുകളായിരിക്കാം. ആംബർ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ കറ ഭൂമിക്കടിയിൽ കുടുങ്ങി രത്നക്കല്ല് പോലെ ആകുന്ന അവസ്ഥയ്ക്കാണ് ആംബർ എന്ന് പറയുക. അതിൻ്റെ ഉള്ളിൽ പല ജീവികളും കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജീവികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ഞിൽ സംരക്ഷിക്കപ്പെട്ട ജീവികൾ, ഉദാഹരണത്തിന് മാമത്ത്, നമുക്കൊരു മാമത്ത് കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പഴയ ഫോസിൽ ഏതാണ്ട് 350 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഫോസിലുകളാണ് വളരെ നേരിട്ടുള്ള തെളിവുകളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് എല്ലാത്തിന്റെയും പിന്നെ ഫോസിലുകൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഒരുപാട് വിടവുകളുണ്ട്. ഈ ഫോസിൽ റെക്കോർഡിൽ ഒരുപാട് വിടവുകളുണ്ട്, കണക്റ്റഡ് ലിങ്ക് കിട്ടിയിട്ടില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഫോസിലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഒരു പരിണാമശാസ്ത്രത്തെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഫോസിലുകളുടെ പ്രത്യേകത, ഫോസിലുകളുടെ കാലനിർണയം ചെയ്യാൻ പറ്റും നമുക്ക് പല മെത്തേഡ് ഉപയോഗിച്ചിട്ട്. എത്ര കാലം മുമ്പായിരുന്നു ആ ജീവി ജീവിച്ചിരുന്നത് നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ റേഡിയോ കാർബൺ ഐസോട്ടോപ്പ് ഉപയോഗിച്ചിട്ട് പറ്റും. പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് ഉണ്ട്. അതിലും കൂടുതൽ 1000 പിന്നെ റേഡിയോ കാർബൺ ഉപയോഗിച്ചിട്ട് 1 മുതൽ 70,000 വർഷം വരെ. പൊട്ടാസ്യം ആർഗൺ ആണെങ്കിൽ 1000 മുതൽ 1 ബില്യൺ 100 കോടി വർഷം വരെ കണ്ടുപിടിക്കാം. യുറാനിയം ലെഡ് ആണെങ്കിൽ 10,000 മുതൽ 100 കോടി, അതിൽ കൂടുതൽ വർഷങ്ങൾ നമുക്ക് 100 കോടി 100 പിന്നെ ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, അതുപോലെ യുറാനിയം സീരീസ് അതിൽ കൂടുതൽ. അങ്ങനെ നമുക്ക് ഇപ്പോൾ പലതരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാലനിർണയം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏത് കാലത്തായിരുന്നു ആ ഫോസിൽ ഉണ്ടാക്കിയ ജീവി ജീവിച്ചിരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ HMS ബീഗിൾ പര്യടനത്തിന്റെ കാലത്ത് പിന്നെ ഡാർവിൻ കുറെ ഇന്ന് ജീവിച്ചിരിക്കാത്ത പല ജീവികളുടെയും ഫോസിലുകൾ കണ്ടിരുന്നു. അപ്പോൾ ഈ പരിണാമശാസ്ത്രത്തിന്റെ ഒരു ഐഡിയ വരാൻ ഒരു കാരണം അതുകൂടി, അത് മാത്രമല്ല അതും ഒരു കാരണമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജീവികളും ഫോസിലുകളാവുകയില്ല, പ്രത്യേകിച്ചും പിന്നെ എല്ലില്ലാത്ത ജീവികളിൽ നിന്നും. കാരണം ഇൻവെർട്ടിബ്രേറ്റ്സ്, നട്ടലില്ലാത്ത ജീവികൾ, അവയൊന്നും ഫോസിലുകളാവില്ല, അതങ്ങനെ അലിഞ്ഞു പോകും. ഓക്കെ, ഇപ്പൊ ഫോസിലീകരണം എന്ന് പറഞ്ഞാൽ വളരെ വിരളമായ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ഫോസിലുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എല്ലാ അനിമൽസിന്റെ ഒന്നും എല്ലാ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒന്നും ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവികളുടെ ആന്തരാവയവങ്ങൾ അല്ലെങ്കിൽ ഇന്റേണൽ മോർഫോളജി, അനാട്ടമി, അല്ലെങ്കിൽ പുറത്തെയുള്ള പിന്നെ ശരീരഭാഗങ്ങൾ ഒക്കെ, അതിന്റെ മോർഫോളജി ഒക്കെ നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് എവല്യൂഷൻ നടന്നു എന്ന് പറയാവുന്നതാണ്. ഉദാഹരണം എല്ലുകൾ, നമ്മുടെ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം മുൻകൈ. ഇത് മനുഷ്യന്റെ മുൻകൈയാണ്, പൂച്ചയുടേത്, പിന്നെ തിമിംഗലത്തിൻ്റെത്, ബാറ്റിന്റെ, എല്ലാം മാമൽസ് ആണ്, സസ്തനികളാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു സാമ്യവും ഇല്ലാത്ത ജീവികളാണ്. പക്ഷെ ഉള്ളിലൊക്കെ എൻ്റെ എല്ലുകളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് പരസ്പര ബന്ധമാണ്, ഒരു കോമൺ, ഒരു പൊതു പൂർവികനെയാണിത് കാണിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഇത് പിന്നെ തിമിംഗലത്തിന്റെ അസ്ഥികൂടമാണിത്, ഒരു
ഹമ്മിങ് ബേർഡിന്റെ അസ്ഥികൂടമാണ്. നല്ല സാമ്യം കാണാം രണ്ടും തമ്മിൽ. അതേപോലെ തന്നെ വെസ്റ്റീജ് ഓർഗൻസ് എന്ന് പറയുന്നത് അവശിഷ്ട അവയവങ്ങൾ. അവശിഷ്ട അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അവയവങ്ങളായിരിക്കാം ചില ജീവികൾ, ചില ജീവികളിൽ അത് ആവശ്യമുള്ള അവയവങ്ങളായിരിക്കാം. അത് ആ ഒരു ലിങ്കേജ്, ആ ഒരു ലീനിയേജ് ആണ് കാണിക്കുന്നത്. മനുഷ്യരുടെ ഉദാഹരണം ഒന്ന് നമ്മുടെ വാലസ്ഥി, ടെയിൽ ബോൺ, കോക്സിക്സ് എന്ന് പറയുന്നത്. അത് വാലിന്റെ ഭാഗമാണത്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് കോക്സിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് എവല്യൂഷന്റെ ഭാഗമായിട്ട് അത് മാത്രം പോയില്ല, അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഉദാഹരണം പെരുമ്പാമ്പിന്റെ പിൻകാൽ അസ്ഥികൾ ഇപ്പൊ നമുക്ക് കാണാം. അത് കാലില്ല, പക്ഷെ പാമ്പിന്റെ പൂർവികർക്ക് കാലുണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബയോജിയോഗ്രാഫി എന്ന് പറഞ്ഞാല് ജീവികളുടെ വിതരണമാണ്, ഡിസ്ട്രിബ്യൂഷനാണ് പല സ്ഥലത്തേക്കുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് ഓരോ തരത്തിലുള്ള പിന്നെ എന്താ പറയേണ്ടത് വൻകരകളിലും അല്ലെങ്കിൽ ഭൗമ മേഖലകളിലും വിവിധ തരത്തിലുള്ള ജീവികളാണുള്ളത്. അപ്പോൾ ഒരു ക്രിയേഷനാണ് നടന്നതെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള ജീവികളായിരിക്കണം. ഇതങ്ങനെയല്ല, അവിടുത്തെ ആ ഒരു പിന്നെ ചുറ്റുപാട് അനുസരിച്ചിട്ടാണ് ജീവികൾ എവല്യൂഷനായിട്ട് പരിണമിച്ചുണ്ടായിട്ടുള്ളത്. ഏറ്റവും നല്ല ഉദാഹരണം ഓസ്ട്രേലിയയിലുള്ള സഞ്ചി മൃഗങ്ങൾ തന്നെ. അത്തരത്തിലുള്ള ഒരു എവല്യൂഷൻ വേറെ എവിടെയും നടന്നില്ല, കാരണം അത് ഐസൊലേറ്റഡ് ആയിരുന്നു. ചുറ്റുപാടും കടൽ ആണ് ചുറ്റുപാടും ഉള്ളത്. അതുകൊണ്ട് അവിടെ നടന്ന പരിണാമം നമ്മുടെ ആഫ്രിക്കയിലോ ഇന്ത്യയിലോ ഒക്കെ നടന്ന പരിണാമമായിരുന്നില്ല, അല്ലെ? ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൃഷ്ടിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരേ തരത്തിലുള്ള ജീവികൾ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അടുത്തത് എംബ്രിയോളജി അല്ലെങ്കിൽ ഭ്രൂണശാസ്ത്രം. എങ്ങനെയാണ് നമ്മുടെ ഭ്രൂണത്തിൽ നിന്നും ജീവി മുഴുവൻ ഉണ്ടാകുന്നത്, അതിനാണ് നമ്മൾ ഭ്രൂണശാസ്ത്രം, എംബ്രിയോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ബയോളജി എന്നാണ് പറയുക. ഭ്രൂണശാസ്ത്രം ഒരുപാട് തെളിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നട്ടലിലുള്ള ജീവികളുടെ ഭ്രൂണങ്ങൾ അത് താരതമ്യം ചെയ്തു നോക്കിയാൽ അറിയാം. ഇത് പലതരത്തിലുള്ള ജീവികളാണ്. ഇത് മത്സ്യമുണ്ട്, സലമാൻഡർ ആണെന്ന് തോന്നുന്നുണ്ട്, സലമാൻഡർ. പക്ഷിയുണ്ട്, ഇതാണ് പക്ഷി, ഇത് അറിയില്ല, ആംഫീബിയനാണിത്. പക്ഷിയുണ്ട്, സസ്തനി തന്നെയാണ്. ഇത് മനുഷ്യനാണ്. അപ്പോൾ എല്ലാ വിഭാഗത്തിലും പെട്ട നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൽ നട്ടലിലുള്ള ജീവികളുടെ മത്സ്യം, ഉഭയജീവി, പിന്നെ അതേപോലെ തന്നെ റെപ്റ്റൈൽ അല്ലെങ്കിൽ ഉരകം, പക്ഷി, പിന്നെ മറ്റ് മനുഷ്യനേക്കാൾ താഴെയുള്ള സസ്തനി, പിന്നെ മനുഷ്യൻ. ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഏർലി സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ വരി നോക്കൂ, ആദ്യത്തെ നിര നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഒരുപോലെയുണ്ട്. തുടക്കം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതിന്റെ എന്താ പറയേണ്ടത്, ഒരു ഓൺടോജനി റീകാപ്പിറ്റുലേറ്റ്സ് ഫൈലോജനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അത് പൂർണ്ണമായിട്ടൊന്നും ശരിയായില്ലെങ്കിൽ പോലും ഭ്രൂണത്തിന്റെ വികസന സമയത്ത് നമുക്ക് അതിന്റെ മുൻപുണ്ടായിരുന്നു അതിന്റെ ഒരു പരിണാമത്തിലെ ഘട്ടങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നതാണ് ആ ഒരു വാക്കിന്റെ, ആ ഒരു വാചകത്തിന്റെ അർത്ഥം. അത് പൂർണ്ണമായിട്ട് ശരിയായില്ലെങ്കിൽ പോലും പൂർവികരായതുകൊണ്ട് തന്നെ, ഒരു കോമൺ ആൻസസ്റ്ററിൽ, ഒരു പൊതു പൂർവികയിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് ധാരാളം സാമ്യങ്ങളുണ്ട്. പതുക്കെ മാത്രമേ അതിൽ മാറ്റങ്ങൾ, പൂർണ്ണമായുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു ഉദാഹരണമാണ് ബാർണക്കിളുകൾ. ബാർണക്കിൾ എന്ന് പറഞ്ഞാല്, ബാർണക്കിളിനെ പറ്റി കുറച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ബാർണക്കിൾ എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിയായിരുന്നു ഈ ബാർണക്കിൾ. ഇത് നമ്മുടെ ബോട്ടിലും തോണിയിലൊക്കെ അത് ഒട്ടിപ്പിടിച്ച് നിങ്ങൾ കണ്ടു കാണും. ഇതൊരു ക്രസ്റ്റേഷ്യൻ ആണ്. ക്രസ്റ്റേഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ കൊഞ്ച്, ചെമ്മീൻ, ഞണ്ട്, ഇതൊക്കെയുള്ള വർഗമാണ് ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്നത്. ഇത് കണ്ടാലും പറയോ ഇത് ക്രസ്റ്റേഷ്യൻ ആണ്? ഒറ്റ നോട്ടത്തിൽ ഒരു മൊളസ്ക് ആണെന്ന് തോന്നുന്നു, അല്ലെ? ഈ ചിപ്പികളെ പോലെ തോന്നും. എന്നാൽ ചിപ്പികളല്ല, ഇത് ക്രസ്റ്റേഷ്യൻ ആണ്. എങ്ങനെ മനസ്സിലായി? ഇതിന്റെ ലാർവൽ സ്റ്റേജ് ആണ്. ലാർവൽ സ്റ്റേജ് ഇതാണ്, നീന്തി തുടിക്കുന്ന ലാർവൽ സ്റ്റേജ്. ഇതൊരു പിന്നെ ഒരു ചെമ്മീനിന്റെ ലാർവയാണിത്. ഇത് ബാർണക്കിളിന്റെ ലാർവ. നല്ല സാമ്യമുണ്ട് ഇത് രണ്ടും തമ്മിൽ. അപ്പൊ അതൊരു പൊതു പൂർവികരെയാണ് സൂചിപ്പിക്കുന്നത്. ചാൾസ് ഡാർവിൻ ബീഗിളിൽ, HMS ബീഗിളിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ബാർണക്കിൾസിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ മോളിക്കുലാർ ബയോളജിയാണ് നമ്മുടെ ഏറ്റവും പുതിയ, നമ്മുടെ ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെളിവുകളെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ തെളിവുകൾ നമുക്ക് തരുന്നത് തന്മാത്രകളാണ്. തന്മാത്രകൾ, ജൈവ തന്മാത്രകൾ, എല്ലാ ജീവികളുടെയും ജനിതക തന്മാത്രകൾ നേരത്തെ പറഞ്ഞതുപോലെ DNA ആണല്ലോ, എല്ലാത്തിലും DNA ആണ്. അതേപോലെ തന്നെ എല്ലാ DNA കളുടെയും അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്, അഡിനൈൻ,
ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ തന്നെയാണ്. എല്ലാത്തിനും ജനറ്റിക് കോഡുകൾ എന്ന് പറയുന്നത് അമിനോ ആസിഡ് ഉണ്ടാക്കുവാനുള്ള വിവരങ്ങൾ അടയാളപ്പെടുത്തിയ ശേഖരിച്ചു വെക്കുന്ന ഒരു കോഡിന് ട്രിപ്ലറ്റ് കോഡ് എന്ന് പറയാം. 3 ബേസുകൾ അടങ്ങിയിട്ടുള്ള ഒരു സീക്വൻസ്, അതിനെയാണ് നമ്മുടെ ഒരു ശ്രേണിയെയാണ് നമ്മൾ പിന്നെ എന്ത് പറയുന്നത്, ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ജനറ്റിക് കോഡുകൾ എല്ലാത്തിലും, അത് മനുഷ്യന്റെ ജനറ്റിക് കോഡും എലിയുടെ ജനറ്റിക് കോഡും ബാക്ടീരിയയുടെ ജനറ്റിക് കോഡും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ പൊതുപൂർവികൻ ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത്. അതുപോലെ ഏത് പ്രോട്ടീൻ ആയാലും, അത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ആയാലും അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ആയാലും ഒരേ തരത്തിലുള്ള അമിനോ ആസിഡുകളാണ്, 20 അമിനോ ആസിഡുകളാണ് ഉള്ളത്. അതേപോലെ എല്ലാത്തിൻ്റെയും ഊർജം സപ്ലൈ ചെയ്യുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ATP ആണ്. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്, അതായത് ശ്വസനത്തിന്റെ സമയത്ത് മൈറ്റോകോൺട്രിയയിൽ ഇലക്ട്രോൺ സ്വീകാരി എന്നൊക്കെ പറയാം, അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. സൈറ്റോക്രോം C എന്ന് പറയുന്ന മോളിക്യൂളാണ് എല്ലാത്തിലും ഉള്ളത്. അതേപോലത്തെ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഏകദേശം ഒരുപോലെയാണ് എല്ലാ ജീവികളിലും ഈ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പൊതുപൂർവികരിൽ നിന്നാണ് എല്ലാ ജീവികളും ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് പിന്നെ ജീവികളെ തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അവരുടെ DNA താരതമ്യമാണ്. അപ്പൊ നമുക്ക് 2 സ്പീഷീസ് കിട്ടുന്നു. 2 സ്പീഷീസും ഫോർ എക്സാമ്പിൾ ഒരു ഇൻസെക്റ്റ് ആണ്, ഒരു പ്രാണിയാണ്. ഒറ്റ നോട്ടത്തിൽ 2 ഒരുപോലെ ഉണ്ട്. അത് 2 ഒന്ന് തന്നെയാണോ, ഒരേ സ്പീഷീസ് ആണോ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അതിന്റെ DNA സീക്വൻസ്, DNAയോ RNAയോ ഒക്കെ സീക്വൻസ് ചെയ്താൽ മതി. സീക്വൻസ് ശ്രേണീകരണം ചെയ്തിട്ട് കമ്പയർ ചെയ്യാം, താരതമ്യം ചെയ്യുക. ഓക്കെ, എങ്ങനെയാണോ നമ്മുടെ ശരീരഭാഗങ്ങൾ താരതമ്യം ചെയ്യുന്നത്, അതേപോലെ തന്നെ നമുക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. സീക്വൻസ് നമുക്ക് പിന്നെ താരതമ്യം ചെയ്യാൻ പറ്റും. അതിലുണ്ടായിട്ടുള്ള മ്യൂട്ടേഷനുകൾ കണ്ടുപിടിക്കാൻ പറ്റും. എത്രത്തോളം മ്യൂട്ടേഷൻ നടന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മ്യൂട്ടേഷനുകളുടെ നിരക്ക്, എത്ര വേഗത്തിലാണ് മ്യൂട്ടേഷൻ നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി നമുക്ക് 2 ജീവികൾ എങ്ങനെയാണ്, എപ്പോഴാണ് പരസ്പരം പിന്നെ ബ്രാഞ്ച് ചെയ്തത്. ഫോർ എക്സാമ്പിൾ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രാഞ്ച് ചെയ്തു പോയത്. മനുഷ്യന്റെ പരിണാമവും ചിമ്പാൻസിന്റെ പരിണാമവും എങ്ങനെ 2 വഴിക്ക് എപ്പോൾ പോയി, ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഒരു താരതമ്യ പഠനം വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് ഇപ്പോൾ നമുക്ക് DNA പഠനമെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് താരതമ്യം ചെയ്തിട്ട് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ 99.9% സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നടക്കുന്ന എവല്യൂഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. വൈറസുകൾ പുതിയ വൈറസുകൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് എവല്യൂഷൻ വഴിയാണ്. മ്യൂട്ടേഷൻ നടന്നു, അത് എവല്യൂഷൻ വഴിയാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് കോവിഡ് നമുക്ക് ആൽഫ മുതൽ ഒമിക്രോൺ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ ചെറിയൊരു കാലത്ത് 2 കൊല്ലം കൊണ്ട് ആണ് അത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന കഴിവുള്ള ബാക്ടീരിയകൾ ഉണ്ടാകുന്നു, പുതിയ ബാക്ടീരിയകൾ. അത് പുതിയ സ്പീഷീസ് ആണെന്ന് പറയാൻ പറ്റില്ല, പുതിയ സ്ട്രെയിൻ എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അതുപോലെ കീടനാശിനികൾ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇൻസെക്റ്റുകൾ, ഉദാഹരണത്തിന് കൊതുക്. ഇപ്പോൾ DDT അടിച്ചാലൊന്നും ഇപ്പം കൊതുകുകൾ ആവില്ല, കാരണം അതിന് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ കൊതുകായി മാറിക്കഴിഞ്ഞു അത്. ഓക്കെ, ഇത് സമീപകാലത്ത് ഇപ്പൊ അടുത്ത 2 ദിവസം മുമ്പ് പത്രത്തിൽ വന്നതാണ്. അപ്പൊ ഇത് കൂടി പറയാമെന്ന് വിചാരിച്ചു. ഇത് 2 ദിവസം മുമ്പ് പത്രത്തിൽ വന്നതാണ്. ഇത് ബഹിരാകാശ നിലയത്തിലെ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. എന്താണ് സൂപ്പർ ബഗ് എന്ന് പറയാൻ കാരണം? ഇപ്പോൾ നിലവിലുള്ള ഒരു ആന്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടും ഈ ബാക്ടീരിയകളെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അത്തരം ബാക്ടീരിയകളെയാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. എങ്ങനെയോ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സെന്റർ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചില ബാക്ടീരിയകൾ കടന്നുകൂടി. ഓക്കെ, അപ്പൊ ഈ ബാക്ടീരിയകൾ അപ്പൊ പിന്നെ പ്രത്യേക തരത്തിലുള്ള ചുറ്റുപാടാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അതായത് മർദ്ദം കൂടുതലുണ്ടാവും, അതിൽ ഗ്രാവിറ്റി കുറവായിരിക്കും, മർദ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല, ക്രമീകരിച്ചിട്ടുണ്ടാവും. അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുണ്ടാവാം, ഗ്രാവിറ്റി കൂടുതലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ റേഡിയേഷൻ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം അത് സ്പേസിലൊക്കെ പോകുന്നതാണ്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിലുള്ള ബാക്ടീരിയകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത്? മ്യൂട്ടേഷനുകൾ ഉണ്ടായി അത് പുതിയ സ്ട്രെയിൻ ബാക്ടീരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ.
അത് ഒരു പിന്നെ എവല്യൂഷൻ എന്ന് തന്നെ പറയാം, അത് പരിണാമമാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള പഠനം ഇപ്പോൾ കൂടുതലായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതില് അങ്ങനെ മാറ്റം വരാത്ത സ്ട്രെയിനുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. പ്രകൃതി നിർദ്ധാരണമാണ്, നാച്ചുറൽ സെലക്ഷൻ ആണത്. അപ്പോൾ ഈ കഴിവുള്ളവ പിന്നെയും ഡിവൈഡ് ചെയ്തത് ഇപ്പോൾ അത് നിലനിൽക്കുന്നത്. ഇപ്പോഴും അത് ബഹിരാകാശ നിലയത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മദ്രാസിലുള്ള IIT-യിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്, നാസയുമായിട്ട് യോജിച്ചാണ് ഈ ഒരു പഠനം നടക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അത്. ഓക്കെ, ഇനി അവസാനമായിട്ട് ലാസ്റ്റ് ആണ് പരീക്ഷണ പരിണാമം, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പരീക്ഷണം. നമ്മളെ മനുഷ്യന്റെ പിന്നെ പരിണാമം നമുക്ക് കാണാൻ പറ്റില്ല, കാരണം എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണമെങ്കിൽ മാത്രമേ പരിണാമം നടക്കുകയുള്ളൂ. ഇതൊന്നും നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കാണാൻ പറ്റില്ല. എന്നാൽ മറ്റുള്ള ഇത്തരത്തിലുള്ള ചെറിയ ജീവികളുടെ പരിണാമമൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? നമ്മുടെ കോവിഡ് വൈറസിന്റെ പരിണാമം നമ്മൾ കണ്ടു, എന്താ മാറ്റം വന്നതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അതല്ല, നേരിട്ട് തന്നെ പരീക്ഷണ, അതൊക്കെ നാച്ചുറൽ ആയിട്ടുണ്ടായതാണല്ലോ, സ്വാഭാവികമായിട്ടുണ്ടായതാണ്. ഇതങ്ങനെയല്ല, ഒരു കോശം ഉണ്ടാക്കുകയും കൃത്രിമമായ കോശം എന്ന് പറഞ്ഞാൽ ഞാൻ അജൈവ വസ്തുവിൽ നിന്നുണ്ടാക്കിയ കോശം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള കോശം തന്നെ മോഡിഫൈ ചെയ്ത് പുതിയ കോശം ഉണ്ടാക്കി അതിന്റെ എവല്യൂഷനാണ് അവർ പഠിച്ചത്. അത് മിനിമൽ കോശം എന്ന് പറയുന്ന ഒരു കോശത്തിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. എന്താണ് മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച്, അല്ലെ? മിനിമൽ കോശം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അത്യാവശ്യമുള്ള ജീനുകൾ മാത്രം നിലനിർത്തി മറ്റേ ജീനുകളൊക്കെ മുറിച്ചു കളയാം. അതൊക്കെ ഏറ്റവും ചെറിയ മിനിമം ആയിട്ടുള്ള ജീനോം, അതാണ് മിനിമൽ ജീനോം എന്ന് പറയുന്നത്. അങ്ങനെ ജീനോമുള്ള കോശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനിമൽ കോശം എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയ, ആ ബാക്ടീരിയയുടെ നിലവിലുള്ള ജീനോം മുറിച്ച് ചെറുതാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മിനിമൽ കോശം 2016 ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പേര് മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് JC6 സിന്തറ്റിക് എന്നുള്ളതാണ്, SIN3 എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇത് അവർ ചെയ്തത്, അവർ പരീക്ഷണശാലയിൽ 300 ദിവസം ഇതിനെ വളർത്തി. അപ്പൊ 300 ദിവസം കൊണ്ടത് 2000 തലമുറകളാണ് ഉണ്ടാക്കിയത്. കാരണം വളരെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ജീവികളാണല്ലോ. 2000 തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ 40,000 വർഷങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ അവർ കണ്ടത് എന്താണ്? ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? 3 തരം ജീനുകളാണ് എല്ലാ ജീവികളിലും ഉണ്ടാകുക. ഒന്ന് അത്യാവശ്യമുള്ള അവശ്യ ജീനുകൾ, ആ ജീനുകൾ ഒന്ന് എടുത്തു മാറ്റിയാൽ പോലും ചത്തുപോകും. എന്നാൽ ചില ജീനുകളുടെ അനാവശ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അനാവശ്യമാണ് നമുക്ക് തോന്നുന്ന ചില ജീനുകളുണ്ട്. പിന്നെ സെമി ക്വാസി എസെൻഷ്യൽ, അത് വേണോന്ന് ചോദിച്ചാൽ വേണം, വേണ്ടാന്ന് ചോദിച്ചാൽ വേണ്ട, ആ തരത്തിലുള്ള ഇതില് അനാവശ്യമായിട്ടുള്ള ജീനുകളാണ് അവർ മുറിച്ചു കളഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ന് പറയാൻ ജീവിക്കാൻ അത് ആവശ്യമില്ല. അതിന് മറ്റു ചില പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കാം, പക്ഷെ അതിന് ജീവിക്കാൻ ഈ ജീനുകൾ ആവശ്യമില്ല, അത് മുറിച്ചു കളഞ്ഞവർ. അപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫിറ്റ്നസ്. എന്താണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ? ഒരു ചുറ്റുപാട് ജീവിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഫിറ്റ്നസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നിങ്ങൾ കേട്ട് കാണും. അപ്പൊ 2 ജീവികളെ നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്നസ് കുറഞ്ഞതും ഫിറ്റ്നസ് കൂടിയതും ഒരേ സ്ഥലത്ത് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ സംഭവിക്കും? ഫിറ്റ്നസ് കുറഞ്ഞത് നശിച്ചു പോകും, ഫിറ്റ്നസ് ഉള്ളത് മാത്രമേ അത് ബാക്കിയാവുകയുള്ളൂ. അപ്പൊ ഇവര് എന്ത് ചെയ്തു? ഈ ഫിറ്റ്നസ് കുറഞ്ഞതും ഫിറ്റ്നസ് കൂടിയതും കൂട്ടിക്കലർത്തി പിന്നെ ഇത് വളർത്തിയപ്പോൾ കണ്ടത് പതുക്കെ ഇതിന്റെ ഫിറ്റ്നസ് കൂടി വരുന്നത് കണ്ടു. അത് പരിണാമത്തിലൂടെ അതിനെ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയും. അപ്പോൾ പരിണാമം നടക്കും. മിനിമൽ കോശത്തിൽ പോലും പരിണാമം നടക്കുമെന്നുള്ള നേരിട്ടുള്ള തെളിവായിരുന്നു ഇത്. ഓക്കെ, ഇത് വളരെ 2016 കഴിഞ്ഞ വർഷം നടന്ന പഠനമാണ്, 2023 പഠനമാണ് നടന്നത്, എൻ്റെ ഓർമ്മ. അപ്പൊ ഇത്രയുമാണ് എനിക്ക് ഈ പരിണാമത്തെക്കുറിച്ചും പരിണാമത്തിന്റെ തെളിവുകളെ കുറിച്ചും പറയാനുള്ളത്. എനിക്കറിയാം, അധികം വിശദമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല സമയത്തിന്റെ പരിമിതി കൊണ്ട്. നോട്ട്സിൽ കുറച്ചുകൂടി കൊടുത്തിട്ടുണ്ടാവും, അത് വായിക്കുക.